ഞാൻ ഇന്നലെ കണ്ട ഒരു സിനിമയെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി വന്നതാണ്. ഇതൊരു മൂവി റിവ്യൂയോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് വാട്ട് ഐ ഫെൽറ്റ് വൈൽ വാച്ചിങ് ദ മൂവി. സൂപ്പർ ബോയ്സും മലയാളം എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന ഒരു ഗ്രാമത്തിൽ നടത്തുന്ന ഒരു തിയേറ്റർ. അതിൽ കാണിക്കുന്ന സിനിമകൾ. പൈറസി എന്ന പേരിൽ ആ സിനിമാ കോട്ട അടച്ചു പൂട്ടുമ്പോൾ പൈറസിയെ തോൽപ്പിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാർ ഒരുമിച്ച് ടാലൻറ്റഡായ ചെറുപ്പക്കാർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ഒരു മെയിൻ പ്രമേയം. ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ പറയും ഫുൾ ഓഫ് ബ്രെയിൻസ് ആണെന്ന് പറയാം, ഫുൾ ഓഫ് ട്വിസ്റ്റ് ആണ്, അങ്ങനെയാണെന്ന് പറയും. പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഹാർട്ടാണ്. ഫസ്റ്റ് സീൻ തൊട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ് ആവുകയാണ് ആ സിനിമയിൽ. ഈ സിനിമ നടക്കുന്ന മലയാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് എനിക്കറിയില്ല, അവിടെ നടക്കുന്ന കഥാപാത്രങ്ങളെക്കുറിച്ചും എനിക്കറിയില്ല. പക്ഷേ ഫസ്റ്റ് സീൻ തൊട്ട് നമ്മളെ അതിൽ ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യിക്കുന്ന ഒരു മാജിക് ഈ സിനിമയ്ക്കുണ്ട്. അതിനുശേഷം ആ ക്യാരക്ടേഴ്സിൻ്റെ ഓരോ ജേണി നമ്മുടെ ജേണി ആവുന്നു. ഈ ക്യാരക്ടേഴ്സൊക്കെ റിയൽ ആയതുകൊണ്ട് തന്നെ അവരുടെ തന്നെ ഇമോഷൻസ്, അവർ ചെയ്യുന്ന തെറ്റുകൾ, അവരുടെ വാശി, അതൊക്കെ നമുക്കും ഫീൽ ചെയ്യും. ആരും ഒന്നും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായ തെറ്റുകളുണ്ട്, പ്രത്യേകിച്ച് മെയിൻ കഥാപാത്രത്തിനും. ഇതൊരു ത്രില്ലറൊന്നും അല്ലാത്തതുകൊണ്ട് ഒരു സർട്ടൈൻ പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റിയ സിനിമയും കൂടെ പോണേന്ന്. ലാസ്റ്റ് 30 മിനിറ്റ്സ് ആവുന്ന മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ പിന്നത്തെ ആ 30 മിനിറ്റ്സാണ് എന്നെ കൂടുതൽ എക്സൈറ്റഡ് ആക്കിയത്. അത് എങ്ങനെ അവിടെ എത്തും, ആ പോയിന്റിലേക്ക്, അവസാന പോയിന്റിലേക്ക് എത്തുന്നുള്ള ആ ഒരു ജേണിയാണ് പിന്നെ നമ്മളെ കൂടുതൽ എക്സൈറ്റഡ് ആക്കി. ഈവൻ ഇഫ് ഐ ന്യൂ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഡ്. വളരെ റെയറായിട്ടാണ് ഇങ്ങനെ ഫുൾ ഓഫ് ഹാർട്ടായിട്ടുള്ളൊരു മൂവീസൊക്കെ ചെയ്യാൻ കിട്ടുന്നത്. അതും വളരെ ലിമിറ്റഡായിട്ട്, അതായത് വളരെ റോ ആണ് പെർഫോമൻസസ്. എനിക്ക് അതിലുള്ള ഒരു ആക്ടേഴ്സിന് ഇതിനു മുമ്പ് എനിക്ക് കണ്ട് പരിചയമില്ല. ചിലപ്പോൾ അവരവരുടെ റെസ്പെക്റ്റീവ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യ മൂവീസിൽ ഫേമസ് ആയിരിക്കും, പക്ഷേ ഞാൻ ഇന്ത്യ മൂവീസ് അങ്ങനെ കാണാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ അവരുടെ പെർഫോമൻസസ് വളരെ റോ ആയിരുന്നു, വളരെ കണക്റ്റിംഗ് ആയിരുന്നു. അതാ പറഞ്ഞത്, ഫസ്റ്റ് സീൻ തൊട്ട് യു ആർ ഇൻസൈഡ് മാലയാളം. യു ക്യാൻ completely predict how each characters will perform or are going to perform at all instances. അത്ര നല്ല ക്യാരക്ടറൈസേഷനാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നണി പ്രവർത്തകരായ എല്ലാവർക്കും, എസ്പെഷ്യലി സ്ക്രീൻ പ്ലേ ഡയറക്ടർ, എവരിബഡി ഒരു വളരെ വലിയ അപ്ലോസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല മൂവിയാണ്, ഫുൾ ഓഫ് ഹാർട്ടാണ്. ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ മൂവി. പിന്നെ ഇതൊരു ട്രാജഡി ആയിട്ട് അവസാനിപ്പിക്കാൻ സ്കോപ്പുള്ളപ്പോൾ തന്നെയും ആ ഒരു ക്രിയേറ്റീവ് ഡിസിഷൻ അവരെടുത്തു. അതായത് ഹൈ പോയിന്റിൽ, അതായത് മൂവി അതിൻ്റെ ഏറ്റവും ഹൈ പോയിന്റിൽ, ഹാപ്പി പോയിന്റിൽ അവസാനിപ്പിക്കാൻ എടുത്ത ഒരു ക്രിയേറ്റീവ് ഡിസിഷനും ഭയങ്കര അപ്രീഷിയേറ്റബിളാണ്. നോർമൽ ട്രാജിക് റൂട്ടിൽ പോകാതെ. അതിന് അറ്റ് ദ ലാസ്റ്റ് ഇതൊരു ട്രൂ സ്റ്റോറി ആണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ഇറ്റ് മേഡ് മി മോർ എക്സൈറ്റഡ്. 2008 ബേസ്ഡ്, സിമിലർലി ബേസ്ഡ് ഓൺ ഡോക്യുമെൻ്ററി ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയതാണ്. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ഫ്രം എ ട്രൂ സ്റ്റോറി. ഏത് മുക്കിലും മൂലയിലും എവിടെയും എന്താ പറയുക, റിസോഴ്സസ് ലിമിറ്റഡ് ആയിട്ടിരിക്കുന്ന സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ചെറുപ്പക്കാർക്കൊക്കെ വളരെ വലിയൊരു ഇൻസ്പിറേഷൻ ആകാൻ സാധിക്കുന്ന ഒരു മൂവിയാണ് ഈ സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗാൺ. റിസോഴ്സസിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട്, അല്ലെങ്കിൽ പേടി കൊണ്ടോ സർക്കംസ്റ്റാൻസസ് കൊണ്ടോ സിനിമ എന്ന മോഹം പൂർത്തിയാക്കാൻ കഴിയാത്ത എല്ലാവർക്കും ഈ സിനിമ സമർപ്പിക്കാം നമുക്ക്. അവരുടെ എല്ലാവരുടെ സ്വപ്നങ്ങൾ, ഈ കുട്ടികളുടെ, ഈ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ പോയിട്ട പോലെ അവരുടെയും സ്വപ്നങ്ങൾ എന്തെങ്കിലും പൂർത്തിയാകാൻ നമുക്ക് ആശംസിക്കാം. താങ്ക് യു.